Good afternoon, all. Good afternoon, miss. Good afternoon, ma'am. മഴയൊക്കെ ഉണ്ടോ? Yes. ഉണ്ട് കറണ്ട് പോയേക്ക. കറണ്ട് പോയേക്ക? മഴയുടെ അല്ലേ? എല്ലായിടത്തും അതെ കറണ്ട് പോക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും സേഫ് അല്ലേ? അതെ മാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? യെസ്, നോക്കിയായിരുന്നു. ഓക്കെ ആണോ? ഓക്കെ. നമ്മ മെഡിക്കൽ ബെനിഫിറ്റ്സ് മുതലാണ് അല്ലെ നമുക്ക് ഇനി തുടങ്ങേണ്ടത് അല്ലേ? ഗ്രാറ്റുവിറ്റി വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അല്ലേ? ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അവിടെ വരെ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെ. നമുക്കറിയാം ചില കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ചില ഓർഗനൈസേഷനുകളിൽ നിന്ന് നമുക്ക് ESI പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് വൈകല്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി ലീവിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെഡിക്കൽ എയ്ഡിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ, ആണോ? വൈദ്യസഹായത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ കിട്ടാറുണ്ട് അല്ലെ ചില ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നോക്കിയേ, അതാണ് നമ്മുടെ മെഡിക്കൽ ബെനിഫിറ്റ്സ് പറയുന്നത്. ദിസ് ബെനിഫിറ്റ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ സം ലാർജ് ഓർഗനൈസേഷൻ ടു ദെയർ റിട്ടയർഡ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് അല്ലെ. എന്താണ് ഈ ഒരു ബെനിഫിറ്റ്സ് അവര് നൽകുന്നത്? Salary N into B into 15 divided by 26. N എന്ന് പറഞ്ഞാൽ number of years. Okay. Next നമുക്കൊരു ഇക്വേഷൻ പറയുമ്പോൾ ഒരു നമ്പേഴ്സ് പറയാറില്ലേ? 26 എന്ന് പറയുന്നത് എത്ര ദിവസം? നമുക്കൊരു ആവറേജ് വർക്കിംഗ് ഡേയ്സ് 26 ആയിരിക്കും അല്ലെ. 4 ദിവസം ഒരു സൺഡേ അവധിയൊക്കെ വന്നിട്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ബെനിഫിറ്റ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ സം ലാർജ് ഓർഗനൈസേഷൻസ് ടു ദെയർ റിട്ടയർമെന്റ് എംപ്ലോയീസ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് അല്ലെ. ഈ ബെനിഫിറ്റ്സ് അതായത് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്നുള്ള ആ ഒരു ആനുകൂല്യം നൽകുന്നത് എന്താണ്? ചില വലിയ ലാർജ് ഓർഗനൈസേഷൻ നൽകുന്നത് അവരുടെ റിട്ടയർഡ് എംപ്ലോയീസ് അല്ലെ. അവിടെ നിന്ന് എന്താണ് സമയപരിധിയൊക്കെ കഴിയുമ്പോൾ അവർ റിട്ടയർഡ് ചെയ്യാറുണ്ടല്ലോ, വിരമിക്കാറുണ്ട് അല്ലെ. 56 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ വിരമിക്കുന്ന എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ആണ് ഈ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ സർവീസസ് ഫോർ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് അണ്ടർ ദി എംപ്ലോയീസ്
സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അല്ലെ. നമ്മുടെ എന്ത് സ്കീമിന്റെ അണ്ടറിലാണ് മെഡിക്കൽ സർവീസ് എംപ്ലോയീസിന് കൊടുക്കുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് ESIS അണ്ടറിലാണ് നമ്മുടെ മെഡിക്കൽ സർവീസ് നമ്മുടെ എംപ്ലോയീസിന് തൊഴിലാളികൾക്ക് നൽകുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ESI ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലാണ് നമ്മുടെ കമ്പനികളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നമ്മുടെ എന്താണ് എംപ്ലോയീസിന് തൊഴിലാളികൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് മെഡിക്കൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ഹാസ് പ്രൊവിഷൻസ് ഫോർ സർട്ടൻ ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് ഇൻ കേസ് ഓഫ് സിക്നസ്, എംപ്ലോയ്മെന്റ് ഇഞ്ചുറി ആൻഡ് മെറ്റേണിറ്റി അല്ലെ. നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് 1948 പുറത്തിറങ്ങിയ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം എന്താണ് നമ്മുടെ എംപ്ലോയീസിന് എന്ത് ചില ബെനിഫിറ്റ്സുകൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലേ, സിക്നെസ് വന്നാല്, അവർക്ക് എന്തെങ്കിലും എന്താണ് ഇഞ്ചുറീസ്, നമുക്ക് ചില മെഷീനറീസിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ചില സമയത്ത് അല്ലെ ചില അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആ ഒരു മെഷീന്റെ എന്തെങ്കിലും അപര്യാപ്തത മൂലം എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റാറുണ്ട് അല്ലെ. ഉണ്ടോ? പ്രവർത്തിപ്പിക്കുന്നതിൽ അല്ലെ വലിയ വലിയ മെഷീനറീസ് പ്രവർത്തിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെ എന്താണ് അവർക്ക് ഇഞ്ചുറീസ് പറ്റോ, പരിക്കുകൾ പറ്റും അല്ലേ? ആണോ? അല്ലെങ്കിൽ എന്താണ് തൊഴിൽ സ്ഥലത്ത് നമുക്ക് പലതരത്തിലുള്ള പരിക്കുകൾ പറ്റാലോ. തൊഴിൽ സ്ഥലത്ത് തന്നെ അല്ലെ നമുക്ക് എന്തെങ്കിലും പരിക്കുകൾ പറ്റാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിക്കഴിഞ്ഞാലോ അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ അവർക്ക് എന്താണ് മെറ്റേണിറ്റി ബേസ് ചെയ്തിട്ട് അല്ലെ പ്രസവ സംബന്ധമായിട്ടുള്ള മെറ്റേണിറ്റി ആ ഒരു സമയത്തുള്ള അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും 1948 പുറത്തിറങ്ങിയ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം എംപ്ലോയീസിന് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് നമ്മുടെ മെഡിക്കൽ ബെനിഫിറ്റ്സ്? എന്താണ് നമ്മുടെ റിട്ടയർഡ് എംപ്ലോയീസിന് അല്ലെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിരമിച്ച എംപ്ലോയീസിനും കൂടാതെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഈ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 വന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം എന്താണ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സർട്ടൻ അല്ലെ ചില ബെനിഫിറ്റ്സുകൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് അത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്? ആ ഒരു സ്കീമിന്റെ അണ്ടറിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ പരിക്കുകൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മെറ്റേണിറ്റിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ നൽകുന്നുണ്ട്. ഓക്കെയാണോ അത്രയും ഭാഗം? നെക്സ്റ്റ് പറയുന്നത് ഇനീഷ്യലി ദ ആക്ട് ഹാസ് ബീൻ മെയ്ഡ് അപ്ലിക്കബിൾ ടു ഓൾ സീസണൽ ഫാക്ടറീസ് അല്ലെ. ഈ ആദ്യ ഘട്ടത്തില് ഈ ഒരു ആക്ട് പുറത്തിറങ്ങിയ ആദ്യ ഘട്ടത്തില് ഈ ഒരു ആക്ട് എവിടെ മാത്രമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? നമ്മുടെ നോൺ സീസണൽ ഫാക്ടറീസ് ഉണ്ടാവും അല്ലെ. എല്ലായ്പ്പോഴും പ്രവർത്തിപ്പിക്കുന്ന നമുക്കറിയാം 2 തരത്തിലുള്ള ഫാക്ടറീസ് ഉണ്ട്. നോൺ സീസണൽ ഉണ്ട്, സീസണൽ ഉണ്ട് അല്ലെ. സീസണൽ എങ്ങനെയാണ്? സീസണൽ ഫാക്ടറീസ് ഒക്കെ എങ്ങനെയാണ്? ആ ഒരു പെർട്ടിക്കുലർ ടൈമിങ്ങിൽ മാത്രം അത് പ്രവർത്തിക്കുള്ളൂ അല്ലെ. അത് കഴിഞ്ഞ് ആ ഒരു ഫാക്ടറി പൂട്ടിയിടും. ആണോ? ആണ് അല്ലെ. അപ്പൊ ആദ്യഘട്ടത്തിൽ ഈ ഒരു ആക്ട് പുറത്തിറങ്ങിയ ആദ്യഘട്ടത്തില് ആ ഒരു സ്കീം അപ്ലിക്കബിൾ ആയത് നോൺ സീസണൽ ഫാക്ടറീസുകളിൽ മാത്രമായിരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലേറ്റർ. പിന്നീട് അത് എന്തായി മാറിയെന്ന്? ലേറ്റർ ഇറ്റ് വാസ്
extended partially or wholly to any establishment or class of establishments. അല്ലെ പിന്നീട് ലെക്ചർ അതിനുശേഷം എന്ത് വെച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ പാർട്ടിലി ഓർ ഹോളി ടു എനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ ക്ലാസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത് എല്ലാ മേഖലകളിലേക്കും എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളിലേക്കും ഇത് വ്യാപിപ്പിച്ചു. നമുക്ക് നോൺ സീസണൽ ഫാക്ടറീസിലുള്ള ആളുകൾക്ക് മാത്രം നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടിയാൽ മതിയോ? മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ കിട്ടിയാൽ മതിയോ? പോരാ അല്ലെ? എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്തോ? നമുക്കറിയാം, നമ്മ ഓരോ സ്കീമുകള് അല്ലെങ്കിൽ ഓരോ ആക്ടുകൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ള നിയമങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നാള് കഴിയുമ്പോൾ അതിൽ മോഡിഫിക്കേഷൻസ് വരത്തില്ലേ, ചേഞ്ചസ് വരുത്തല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ആദ്യഘട്ടങ്ങളില് ഈ ഒരു ആക്ട് പുറത്തിറങ്ങിയപ്പോൾ നോൺ സീസണൽ ഫാക്ടറികളിൽ മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സിലും എല്ലാ മേഖലകളിലും ഇത് നമ്മൾ അപ്ലിക്കബിൾ ആക്കി. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലേബർ എംപ്ലോയിഡ് ഡയറക്ട്ലി ഇൻക്ലൂഡിംഗ് ദ ക്ലറിക്കൽ സ്റ്റാഫ് ഈസ് കവേർഡ് ബൈ ദിസ് ആക്ട്. However, members of the armed force and any person whose salary in the aggregate exceeding 500 a month are not covered under this act. ഇതിൽ നോക്കിയേ, നമുക്ക് പറയുന്നത് ലേബർ എംപ്ലോയിഡ് ഡയറക്ട്ലി ഇൻക്ലൂഡിംഗ് എ ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെ. നമ്മൾ ആർക്ക് മുതലേ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെന്ന്, ഈ ഒരു ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു ആക്ടിന്റെ അണ്ടറില് ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് വരെ അല്ലെ, എംപ്ലോയിഡ് ഡയറക്ട്ലി നേരിട്ടുള്ള എല്ലാ എംപ്ലോയീസിനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ മെഡിക്കൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആർമഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവർക്കും തൊഴിലാളികളുടെ സാലറി 500 കൂടുതൽ അവർക്ക് മന്ത്ലി സാലറി ലഭിക്കുന്നവർക്കും ഈ ഒരു ബെനിഫിറ്റ്സ് എന്തെന്ന് കിട്ടുന്നില്ല, ഈ ഒരു ബെനിഫിറ്റ്സ് ലഭിക്കുന്നില്ല അല്ലെ. നമുക്കറിയാം, ഈ 1948 മാസം 500 രൂപ സാലറി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാർജ് എമൗണ്ട് ആണ് അല്ലെ, അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ആണോ? ആണല്ലേ. അപ്പൊ നോക്കിയേ, ആ 500 മാസം അവർക്ക് 500 കൂടുതൽ മന്ത്ലി പേയ്മെന്റ്, മന്ത്ലി സാലറി ലഭിക്കുന്നവർക്കും നമ്മുടെ ആർമഡ് ഫോഴ്സ് അല്ലെ, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്, ഇന്ത്യൻ നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, ആർമഡ് ഫോഴ്സ്, അവർക്കും ഈ ഒരു ആനുകൂല്യങ്ങള് കവർ ചെയ്യുന്നില്ല, അവർക്ക് ലഭ്യമാകുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്നുകൂടെ പറയണം, നമ്മുടെ ഈ ഒരു ലേബർ ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് നേരിട്ടുള്ള സ്റ്റാഫുകൾ അല്ലെ, നമ്മുടെ ക്ലറിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ നേരിട്ടുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ഒരു ബെനിഫിറ്റ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ്സ് ലഭിക്കാത്ത ഒരു വിഭാഗമുണ്ട്. അവരാരാണ്? ആർമഡ് ഫോഴ്സ് അല്ലെ, നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസ് ഇല്ലേ, അവർക്കും പിന്നെ ആർക്കാണ്? മാസം 500 രൂപയിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന, സാലറി ലഭിക്കുന്ന ആളുകൾക്കും എംപ്ലോയീസിനും ഈ ബെനിഫിറ്റ്സ് കവർ ചെയ്യുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് അണ്ടർ ദിസ് ആക്ട് those insured under this scheme are entitled to receive medical aid benefits in case of disablement, sickness and maternity etc. അല്ലെ, നമ്മ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ലഭ്യമാകുന്നത്, ആ ഒരു എംപ്ലോയീസ് റിസീവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ എയ്ഡുകൾ അല്ലെ, വൈദ്യസഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതല്ലേ നമ്മ പറയുന്നത് മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെ, ഒരു പേര് തന്നെയുണ്ട് അല്ലെ. വൈദ്യസഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഇൻ കേസസ് ഓഫ് ഡിസേബിൾമെന്റ് അല്ലെ, അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ വരാം, നമ്മുടെ
അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകളുമായി ബന്ധപ്പെട്ടോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ വരുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് അല്ലെ? അവർക്ക് ഹോസ്പിറ്റൽ ചെലവൊക്കെ കിട്ടുന്നില്ലേ? മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ലേ? പിന്നെ സിക്നെസ് അല്ലെ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാല് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സുകൾ കിട്ടാറുണ്ട് അല്ലെ? ആ സമയത്തുള്ള നമ്മുടെ ട്രീറ്റ്മെന്റുകൾ, അതിനാവശ്യമായിട്ടുള്ള കെയർസ് ഒക്കെ അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു ബെനിഫിറ്റ്സിന്റെ അണ്ടറില് എംപ്ലോയീസിന് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്? റിസീവ് ചെയ്യുന്നുണ്ട് വൈദ്യസഹായങ്ങൾ അല്ലെ? പിന്നെ എന്താണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സുകൾ? എന്താണ് ബെനിഫിറ്റ്സ് ഇൻ കേസസ് ഓഫ് ഡിസേബിൾമെന്റ്? അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ അവിടുത്തെ വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈദ്യസഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള വൈദ്യസഹായങ്ങൾ, അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾക്കുള്ള ബെനിഫിറ്റ്സുകൾ അല്ലെ, പൈസ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ എന്താണ് മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സുകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ദീസ് ബെനിഫിറ്റ്സ് എസ്റ്റാബ്ലിഷ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് എംപ്ലോയീസ് എക്സ്റ്റെൻഡിങ് ഈവൻ അപ് ടു ദ പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ് ഓഫ് ലൈഫ് അല്ലെ? നമ്മ പറഞ്ഞ ആദ്യം തന്നെ അല്ലെ, റിട്ടയർമെന്റ് ആയതിനു ശേഷം ആ എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ഇതുപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ്, അവരവിടെ വർക്ക് ചെയ്യുന്ന കാലത്തോളം മാത്രമാണ് അവർക്ക് ആ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ആ ഒരു ഓർഗനൈസേഷനും ആ ഒരു എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവുന്നുള്ളൂ. ആണോ? ആണോ? അല്ല അല്ലെ, ലൈഫ് ലോങ് ആണ് അല്ലെ? ദീസ് ബെനിഫിറ്റ്സ് എസ്റ്റാബ്ലിഷ് ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് അല്ലെ? ജീവിതാവസാനം വരെ അവര് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവുന്നില്ലേ? റിട്ടയർമെന്റിന് ശേഷം അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവര് തമ്മിലുള്ള ആ റിലേഷൻ കീപ്പ് ചെയ്തു പോവല്ലേ? എംപ്ലോയീസും ആ ഒരു ഓർഗനൈസേഷനും തമ്മിലുള്ള ആ റിലേഷൻ കീപ്പ് ചെയ്തു പോവല്ലേ? അപ്പൊ നോക്കി, എക്സ്റ്റെൻഡിങ് ഈവൺ അപ് ടു ദി പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ് ഓഫ് ലൈഫ് അല്ലെ? അവരുടെ എന്താണ് പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം അല്ലെ, റിട്ടയർമെന്റിന് ശേഷവും അവരുടെ ലൈഫിൽ എന്ത് കിട്ടാണ്? ആ ഒരു കമ്പനിയുമായുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള ആ ഒരു റിലേഷൻ തുടർന്നു കൊണ്ടുപോകുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? സ്മിത, ക്ലിയർ ആണോ സ്മിത? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, പെൻഷൻ ബെനിഫിറ്റ്സ് അല്ലേ? പെൻഷൻ ബെനിഫിറ്റ്സ് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കമ്പനിയിൽ നിന്ന്? പെൻഷൻ ബെനിഫിറ്റ്സ് റിട്ടയർഡ് ആവുമ്പോൾ അല്ലെ, നമ്മുടെ പിരിഞ്ഞു പോകുമ്പോൾ റിട്ടയർമെന്റിന്റെ ആ ഒരു സമയത്താണ് അല്ലെ, റിട്ടയർമെന്റ് ചെയ്ത് പോരുമ്പോഴാണ് നമുക്ക് ആ ഒരു പെൻഷൻ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അല്ലെ? അപ്പൊ നോക്കിയേ, ഈ പെൻഷൻ ബെനിഫിറ്റ്സ് എന്നാണ് നിലവിൽ? നിങ്ങൾക്ക് ഒരുപാട് ഇയേഴ്സ് പഠിക്കാനുണ്ട് കേട്ടോ, അപ്പൊ അത് മാറിപ്പോകാണ്ട് പഠിച്ചു വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഏത് ആക്ട് ആണ് എന്ന് ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ എല്ലാ ആക്ടുകളും നിലവിൽ വന്ന വർഷം പഠിച്ചു വെക്കാം കേട്ടോ, മാറിപ്പോകരുത്. അത് അടയാളപ്പെടുത്തി ഒക്കെ തന്നെ പഠിക്കാം കേട്ടോ. എന്നിട്ട് നോക്കിയേ, pension benefits like the benefits which are covered under the employees family pension scheme 1971 are as follows. എന്താണ് 1971 വന്ന employees family pension scheme ന്റെ അണ്ടറിലാണ് ഈ ഒരു പെൻഷൻ ബെനിഫിറ്റ്സുകൾ ഉൾപ്പെടുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ? നോക്കിയേ, ദീസ് ബെനിഫിറ്റ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലംപ് സം ഗിവൺ അല്ലെ? നമുക്ക് ആ റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്ന ആ ബെനിഫിറ്റ്സ് എങ്ങനെയാണ്? മൊത്തത്തിലുള്ള തുക രൂപത്തിലാണ് കിട്ടുന്നത് അല്ലെ? നമുക്ക് ഇൻസ്റ്റാൾമെന്റ് പോലെയൊക്കെയാണ്, 3-4 തവണയായിട്ട് ഗഡുക്കളായിട്ടാണ് തരുന്നത്.
ആ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്? ആണോ? അല്ല അല്ലെ? നമുക്ക് എത്ര ക്യാഷ് ഉണ്ടോ അത് മൊത്തമായിട്ടല്ലേ നമുക്ക് തരുന്നത്. അതാണ് ലംസം ഗിവൺ എന്ന് പറയുന്നത് കേട്ടോ. മൊത്ത രൂപത്തിലാണ്, ഒന്നിച്ചാണ് തരുന്നത്. അപ്പൊ നോക്കിയേ, ദിസ് ബെനിഫിറ്റ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലംസം ഗിവൺ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 4,000 payable to a member on his normal retirement subject to certain rules and regulation. എന്നാണ് ചില നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് ഒരു എംപ്ലോയീസിന് എന്താണ് നോർമൽ ആയിട്ട് അല്ലെ സാധാരണ ഒരു റിട്ടയർമെന്റിൽ അവർക്ക് 4,000 രൂപ വരെ അവർക്ക് മാക്സിമം പൈസ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ ഓരോ വർഷം നോക്കണം കേട്ടോ. 1971 കേട്ടോ. ഇപ്പൊ നമുക്ക് 4,000 രൂപയാണോ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? ആണോ? അല്ല, ലക്ഷങ്ങളാണല്ലേ. അല്ലെ? ലക്ഷങ്ങളാണല്ലേ റിട്ടയർമെന്റിന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, ഒരു കമ്പനിയിൽ നിന്നൊക്കെ ലഭിച്ചു പോരുമ്പോൾ അല്ലേ? അപ്പൊ 1971 പറയുന്നത് അവർക്ക് എന്താണ് മാക്സിമം ഒരു 4,000 രൂപ വരെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഫാമിലി പെൻഷൻ അല്ലെ. ഇപ്പൊ എന്താണ്, ആ ഒരു കമ്പനിയിലുള്ള ആള് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമ്പനിയിലുള്ള ആള് മരണപ്പെട്ട് കഴിഞ്ഞാല് റിട്ടയർമെന്റിന്റെ ശേഷം മരണപ്പെട്ട് കഴിഞ്ഞാല് ഫാമിലി പെൻഷൻ കിട്ടാറുണ്ട് അല്ലെ. അവരുടെ നോമിനി ആരാണോ അവർക്ക് പെൻഷൻ കിട്ടാറുണ്ടോ? മാസം അല്ലെ, മന്ത്ലി ഒരു പേയ്മെന്റ് കൊടുക്കാറില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഫാമിലി പെൻഷൻ. പെൻഷൻ ഈസ് given to the family of a deceased member of the fund at the following rates. അല്ലെ, എന്താണ് ആ മരണപ്പെട്ട വ്യക്തിയുടെ ഫാമിലിക്ക് പെൻഷൻ കൊടുക്കുന്നത്, ഫാമിലി പെൻഷൻ കൊടുക്കുന്നത് താഴെ തന്നിരിക്കുന്ന റേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും ബെനിഫിറ്റ്സുകൾ പഠിച്ചു. എല്ലാ ബെനിഫിറ്റ്സും എങ്ങനെയാണ്? ഒരു പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അല്ലെ കൊടുക്കുന്നത്. നമ്മ ഗ്രാറ്റുവിറ്റി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. അതിലെ ലേ ഓഫ് കോമ്പൻസേഷൻ പഠിച്ചപ്പോ അല്ലെ. എല്ലാം എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ റേറ്റ് ഉണ്ട് അല്ലെ. ഏകദേശം ഒരു റേഞ്ചിന്റെ അടിസ്ഥാനത്തിലല്ലേ, അവരുടെ ബേസിക് പേയുടെ അടിസ്ഥാനത്തില് അല്ലെ ആണോ? അതേപോലെ എന്താണ് ഈ ഒരു പെൻഷൻ കൊടുക്കുന്നത്, ഫാമിലി പെൻഷൻ കൊടുക്കുന്നത് താഴെ തന്നിരിക്കുന്ന റേറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ആ റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മ PF-ലൊക്കെ EPF-ൽ അടക്കുമല്ലോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിൽ മന്ത്ലി നമ്മുടെ സാലറിയിൽ നിന്ന് പോകില്ലേ, ഇത്ര എമൗണ്ട് പോകില്ലേ? ചിലപ്പോ 1000 ആകാം, ചിലപ്പോ 800 ആകാം അല്ലെ, ചിലപ്പോ 600 ആകാം അല്ലെ. അപ്പൊ ആ ഒരു എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മെമ്പറിന്, അവരുടെ ആ ഒരു ഫാമിലി മെമ്പർക്ക് ഫാമിലി പെൻഷൻ ലഭിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമ്മുടെ 12 ഫസ്റ്റ് പറയുന്നത് 12% ഓഫ് പേ സബ്ജക്ട് ടു മാക്സിമം ഓഫ് ₹150 PM എന്ന് പറഞ്ഞാൽ പെർ മന്ത് കേട്ടോ, ടു ദി ഫാമിലി ഓഫ് എ മെമ്പർ whose pay എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം ഓൺ വിച്ച് കോൺട്രിബ്യൂഷൻ ടു EPF റിസീവ്ഡ് അല്ലെ. അവർ ഒരു മാസം ആ ഒരു EPF ഫണ്ടിലേക്ക് അവര് റിസീവ് ചെയ്യുന്നത്, അവര് കോൺട്രിബ്യൂഷൻ ആയി ആ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് ഈസ് ₹800 and above. ഒരു എംപ്ലോയീസ് അവരുടെ EPF-ലേക്ക്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മന്ത്ലി 800 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ 12%, അതായത് 150 രൂപയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഫാമിലി പെൻഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ ആണോ? 800 അതിൽ കൂടുതലും ഒരു എംപ്ലോയീസിന്റെ EPF-ലേക്ക് അല്ലെ, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എല്ലാ മാസവും അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് 800 അതിൽ കൂടുതലോ ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ ഫാമിലി പെൻഷൻ ആയിട്ട്, ഫാമിലി മെമ്പറിന് പെൻഷനായി കൊടുക്കുന്നത് ആ ഒരു 800, ആ ഒരു എമൗണ്ടിന്റെ 12%, അതായത് ഏകദേശം മാക്സിമം 150 രൂപയായിരിക്കും
അവർക്ക് പെൻഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? വെച്ചാല് നമ്മൾ പറയുന്നത് എന്നാണ് 1971 കണ്ടീഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, 15% ഓഫ് പേ subject to maximum of rupees 96 per month and a minimum of 60 per month to the family of a member whose pay is rupees 200 PM and above but below 200 to rupees 800 അല്ലെ. നമ്മുടെ 200 രൂപയ്ക്കും 800 രൂപയ്ക്കും ഇടയിലാണ് ആ ഒരു എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ആ ഒരു എംപ്ലോയീസിൽ നിന്ന് മന്ത്ലി ഈടാക്കുന്നതെങ്കിൽ, അവർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ അവരെ ഫാമിലി പെൻഷനായിട്ട് ഫാമിലി മെമ്പേഴ്സിന് പെൻഷനായിട്ട് ലഭിക്കുന്നത് 90 രൂപയ്ക്കും 60 രൂപയ്ക്കും ഇടയിലായിരിക്കും. മാക്സിമം 90 രൂപയോ മിനിമം 60 രൂപയോ ആയിരിക്കും. അതിന്റെ ഇടയിലായിരിക്കും അവർക്ക് ഫാമിലി പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഓക്കെ ആണോ? 200 രൂപയും 200 രൂപയ്ക്കും 800 രൂപയ്ക്കും, നമ്മ ആദ്യം പറഞ്ഞത് എത്രയാണ്? 800 രൂപയ്ക്ക് എബോവ് ആണെങ്കിൽ, മുകളിലാണെങ്കിൽ എത്ര രൂപയാണ് അവർക്ക് മാക്സിമം കിട്ടുന്നത്? 150 രൂപ അല്ലെ. ഇതിൽ പറയുന്നത് 200 രൂപയ്ക്കും 800 രൂപയ്ക്കും ഇടയിലാണെങ്കിൽ അവർക്ക് മാക്സിമം 90 രൂപയും മിനിമം 60 രൂപ. അപ്പൊ ആ ഒരു റേഞ്ചിന് 96ന്റെയും 60ന്റെയും ഇടയിലുള്ള ഒരു റേഞ്ച് റുപ്പീസ് ആയിരിക്കും അവർക്ക് ലഭ്യമാക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, 30% ഓഫ് സബ്ജക്ട് ടു മിനിമം ഓഫ് rupees 60 PM to family of a member whose pay is rupees 200 per month. അല്ലെ. എന്താണ് ആ ഒരു ഫാമിലി, ആ ഒരു എംപ്ലോയി അവരുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് 200 രൂപയാണ് പേ ചെയ്യുന്ന, മാസം പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഫാമിലി പെൻഷൻ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? മിനിമം 30%, അതായത് 60 രൂപയായിരിക്കും അവർക്ക് മിനിമം ലഭിക്കുന്നത്. ഓക്കെ ആണോ? റേഞ്ചൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. റേഞ്ചൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ അല്ലേ? ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് അല്ലെ. നമ്മ എന്താണ് പെൻഷൻ ബെനിഫിറ്റ്സിൽ പറയുന്നതാണ് കേട്ടോ. പെൻഷൻ ബെനിഫിറ്റ്സിനെ 4ആയി തരംതിരിക്കുന്നുണ്ട്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അല്ലെ. നമുക്ക് ആ ഒരു റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത്, റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ഒന്നിച്ച് മൊത്ത രൂപത്തിൽ ഒറ്റ തവണയായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. രണ്ടാമത് ഫാമിലി പെൻഷൻ അല്ലെ. ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക്, നോമിനി ആരാണോ അവർക്ക് ലഭിക്കുന്ന ഫാമിലി പെൻഷൻ ആണ് ഫാമിലി പെൻഷൻ. അതെന്താണ്? ആ ഒരു എംപ്ലോയീസ് ഓരോ മാസവും അവരുടെ സാലറിയിൽ നിന്ന് എത്ര രൂപയാണോ നമ്മുടെ EPF-ലേക്ക് നൽകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഫാമിലി മെമ്പറിന് ഫാമിലി പെൻഷൻ ലഭ്യമാകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അതില് പെൻഷൻ ബെനിഫിറ്റ്സില് മൂന്നാമത് പറയുന്ന ബെനിഫിറ്റ്സ് ആണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് അല്ലേ. ഒരു നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് ഫാമിലി മെമ്പേഴ്സിന് ഒരു എമൗണ്ട് കിട്ടാറുണ്ട് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആയിട്ട് ഇല്ലേ? അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ കിട്ടാറുണ്ടോ കമ്പനിയിൽ നിന്ന്? അപ്പൊ അതാണ് പറയുന്നത്, ആ ക്ലെയിം കിട്ടും അല്ലെ. അതാണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്. This benefits is in the form of a lump sum subject to maximum of 2000 payable in case of death a member അല്ലെ. എന്താണ്? ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് എന്ത് കിട്ടുന്നുണ്ട്? മൊത്ത രൂപത്തിൽ, അതായത് ഒറ്റ തവണ ഒരു എമൗണ്ട് ആയിട്ട് 2000 രൂപ, മാക്സിമം 2000 രൂപ വരെ അവർക്ക് ബെനിഫിറ്റ്സ് ആയിട്ട്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആയിട്ട് ലഭ്യമാകുന്നു. ഓക്കെ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളതും.
നെക്സ്റ്റ് നോക്കിയേ, വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ് അല്ലെ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലംസം എമൗണ്ട് പേയബിൾ ടു ദ മെമ്പർ ഓൺ ലീവിംഗ് ദ സർവീസ് ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ഏജ് സബ്ജക്ട് ടു ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻ അല്ലെ. എന്താണ്? വിരമിക്കൽ പ്രായത്തിനു മുമ്പ് എന്താണ് ആ ഒരു വിരമിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെ മുമ്പ് എന്താണ് അംഗങ്ങൾ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ചില നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് അവർക്ക് എന്താണ് ഒരു മൊത്ത രൂപയായിട്ട് അല്ലെ ഒരു തുകയായിട്ട് എന്താണ് ലംസം രൂപത്തിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിത്ഡ്രോവൽ ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? റിട്ടയർമെന്റിന്റെ ശേഷം ലഭിക്കുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് കിട്ടുന്നു അല്ലെ. ഇത് പറയുന്നത് എന്താണ്? ആ ഒരു വിരമിക്കൽ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അവർ സർവീസിൽ നിന്ന് പോരോല്ലോ. പോരോ ചില സിറ്റുവേഷനില്. അപ്പൊ അവരെന്താണ് നമുക്കറിയാം നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മുടെ ഓരോ കോൺട്രിബ്യൂഷൻ ആയിട്ടൊക്കെ കുറെ പൈസ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ. ബേസിക് പേ അല്ലാണ്ട് അല്ലെ നമുക്ക് തരുന്ന പൈസയിൽ നിന്ന് കട്ട് ചെയ്യാറില്ലേ ഡിയർനെസ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതുകൂടാതെ എന്താണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പ്രായപരിധി റിട്ടയർമെന്റിന്റെ ആ ഒരു ഏജ് ആകുന്നതിന് മുമ്പ് നമ്മ അവിടെ നിന്ന് വിരമിക്കുന്ന ആ ഒരു സർവീസ് അവസാനിക്കുന്ന ഘട്ടത്തില് ആ ഒരു മെമ്പറിന് എന്ത് കൊടുക്കാറുണ്ട്? ഒരു ലംസം രൂപത്തിൽ അതായത് ഒരു മൊത്ത രൂപത്തില് ഒരു എമൗണ്ട് അവർക്ക് സർട്ടൻ കണ്ടീഷൻസ് അല്ലെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് അവർക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ്? ഒരു കമ്പനിയിൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ ജോയിന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് പോരുന്ന സമയത്ത് നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയിട്ടുണ്ടോ? ആ ഒരു വിരമിക്കൽ പ്രായപരിധി പ്രായത്തിനു മുമ്പ് അല്ലെ അവര് ആ ഒരു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് എന്താണ് ഒരു ലംസം രൂപത്തില് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിത്ഡ്രോവൽ ബെനിഫിറ്റ്സുകൾ ലഭിക്കുന്നുണ്ട്. അവർ ആ ഒരു ബേസിക് പേയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും കേട്ടോ അവർക്ക് ആ വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. അവരുടെ മന്ത്ലി സാലറി എത്രയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും ഭാഗം മെഡിക്കൽ ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് പറയാം നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് എന്താണ്? ബെനിഫിറ്റ്സുകൾ അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, ഓരോ ബെനിഫിറ്റ്സിലും ഏതൊക്കെ ബെനിഫിറ്റ്സുകൾ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഇപ്പൊ നമ്മൾ പറഞ്ഞു പെൻഷൻ ബെനിഫിറ്റ്സിന് കീഴിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പറഞ്ഞു, ഫാമിലി പെൻഷൻ പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് പറഞ്ഞു, വിത്ഡ്രോവൽ ബെനിഫിറ്റ്സ് പറഞ്ഞു അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് വരുന്നതാണ് അല്ലെ. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി അല്ലെ. ആണോ? നോക്കിയേ അല്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെ തിരിച്ചു തന്നെ പഠിക്കാം കേട്ടോ. നമുക്കറിയാം നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടില്ലേ, അപ്പൊ അത് നോക്കി മനസ്സിലാക്കി പഠിക്കാട്ടോ. ഓരോ അതേപോലെ എന്താണ് റിക്രിയേഷണൽ ഏജ് വെൽഫെയർ ബെനിഫിറ്റ്സ് അല്ലെ. അതിന്റെ അണ്ടറിൽ ഹൗസിംഗ് വരുന്നുണ്ട്, ക്യാൻറ്റീൻ വരുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, കസ്റ്റമർ സൊസൈറ്റീസ് അല്ലെ, ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയീസ് കൗൺസിലിംഗ്, ലീഗൽ അസിസ്റ്റൻസ്, ഹോളിഡേ ഹോംസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെ. അപ്പൊ നമ്മുടെ ബെനിഫിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയേ. ഇനി നെക്സ്റ്റ് മാനേജ്മെന്റ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആണ്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ബെനിഫിറ്റ്സ് ആദ്യം ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ് നെക്സ്റ്റ് ഭാഗം എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ.
നോക്കൂ, വേഗാവട്ടെ. എന്നിട്ട് നമുക്ക് അടുത്തത് എടുക്കാം. നോക്കിയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ്. ഓക്കെ ആണോ? മറ്റേത് ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കറിയാം ഒരു കമ്പനിയിൽ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ അല്ലെ, അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങള്, അവരുടെ സർവീസുകള്, സേവനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ആരായിരിക്കും ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. അതല്ലേ ഇതൊക്കെ പഠിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, എംപ്ലോയി ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു പോസ്റ്റിലുള്ള ആളായിരിക്കും ആ ഒരു എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകള് കൈകാര്യം ചെയ്യുന്നത്. അതിനുവേണ്ട കാര്യങ്ങള്, പേപ്പർ വർക്കുകളും അവർക്ക് അതിനുവേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതും ആരാണ്? ഒന്നില്ലെങ്കിൽ HR മാനേജർ, അതല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഈ വക കാര്യം നമ്മുടെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകള് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, due to the fact that the different types of benefits are an integral part of the total reward system അല്ലെ. എന്താണ്, ഒരു കമ്പനിയുടെ ടോട്ടൽ റിവാർഡ് സിസ്റ്റത്തില് നമ്മുടെ ബെനിഫിറ്റ്സുകള് ഒരു പ്രത്യേക ഇന്റഗ്രൽ പാർട്ട് വഹിക്കുന്നല്ലേ, ഒരു പ്രധാന ഭാഗമല്ലേ നമ്മുടെ ബെനിഫിറ്റ്സുകൾക്ക്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ പഠിച്ചു അല്ലെ. എന്താണ്, എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് പഠിച്ചു, ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ്സ് പഠിച്ചു, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് പഠിച്ചു, പെൻഷൻ ബെനിഫിറ്റ്സ് പഠിച്ചു അല്ലെ. ഒരുപാട് പഠിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി അല്ലാണ്ട് കൊടുക്കുന്ന എക്സ്ട്രാ റിവാർഡുകളല്ലേ, ആണോ? ചിലത് നിയമപരമായിട്ടുള്ളതായിരിക്കാം അല്ലെ. PF എന്ന് പറയുന്നതൊക്കെ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സുകളാണ് അല്ലെ, നിയമപരമായിട്ടുള്ള ബെനിഫിറ്റ്സുകളാണ്. പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക, അവരെ പിക്നിക്കിന് കൊണ്ടുപോകുക, അവർക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ആണോ? അല്ല അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു അഡീഷണൽ ആയിട്ട് ആ ഒരു റിവാർഡ് സിസ്റ്റത്തിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളല്ലേ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകള്. ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, കസ്റ്റമർ സൊസൈറ്റീസ് അല്ലെ,
അപ്പൊ എന്താണ് ഒരു എംപ്ലോയീസിന് കിട്ടുന്ന എന്താണ് അഡീഷൻ അവരുടെ റിവാർഡ് സിസ്റ്റത്തില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന എന്താണ് ഭാഗങ്ങളാണ് എന്ത് നമ്മുടെ ബെനിഫിറ്റ്സുകൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും. There must be a match between the benefits plans and the organization objectives of the firm. അല്ലെ നമ്മ ഒരുപാട് ഒരു വലിയ കമ്പനിയൊക്കെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ചില കമ്പനികളില് നമ്മ പറയാറുണ്ട് ആ കമ്പനിയിൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇല്ലേ, കേൾക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലെ ഈ ഒരു ബെനിഫിറ്റ്സുകൾ അവര് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു കമ്പനിയില് അവർക്ക് നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ ഈ എംപ്ലോയീസിന് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവിടെ എന്താണ് ഒരു വീണ്ടും ക്രൈസിസ് വരുള്ളൂ അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് വരുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് കമ്പനിയുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സും ലക്ഷ്യങ്ങളും അതും നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ പറയുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ നൽകാം എന്ന് പറയുന്ന ആ ഒരു ബെനിഫിറ്റ്സ് പ്ലാനുകളും എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് മിസ്മാച്ച് ചെയ്ത് നോക്കണം അല്ലെ, പൊരുത്തപ്പെടുത്തി നോക്കണം. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ഒരേ ഓഫർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ ഒരു ഓർഗനൈസേഷനെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയില് എംപ്ലോയീസിനെ കൊടുക്കാൻ പറ്റാത്ത കുറെ ബെനിഫിറ്റ്സുകൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വായ്മൊഴിയിലൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. നമ്മ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ആ ഒരു നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പറയുന്നുണ്ട് അതെല്ലാം നമ്മ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. എന്നാൽ മാത്രല്ലേ നമ്മുടെ എംപ്ലോയീസിന് നമ്മളോട് ഒരു വിശ്വസ്തത വരുള്ളൂ അല്ലെ, വിശ്വസ്തത വരുള്ളൂ. അപ്പൊ എന്താണ് ആ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷനിലെ ലക്ഷ്യങ്ങളും നമ്മൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ പറയുന്ന ബെനിഫിറ്റ്സ് പ്ലാനുകളും നിർബന്ധമായിട്ട് പൊരുത്തപ്പെടുത്തി നോക്കണം അല്ലെ. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണോ, നമുക്കൊണ്ട് അത് പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ദീസ് ഗോൾ ക്യാൻ ബി ഫുൾഫിൽഡ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ബെനിഫിറ്റ്സ് പ്ലാൻസ് ആൻഡ് ദെൻ ക്രിയേറ്റിംഗ് സച്ച് എ പ്ലാൻ വിച്ച് ഹാസ് ദി കേപ്പബിലിറ്റീസ് ഓഫ് മീറ്റിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ആനുകൂല്യ പദ്ധതികൾക്കായിട്ട് പ്രവർത്തന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും അല്ലെ നമുക്ക് എന്താണ് കുറെ ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ നമുക്ക് പ്രവർത്തനമാക്കണ്ടേ, എംപ്ലോയീസിന് ലഭ്യമാക്കണം അല്ലെ. വേണ്ടേ? നമ്മുടെ കമ്പനിയിൽ നിന്ന് അവർക്ക് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പറയുന്നുണ്ട്, ക്യാൻറ്റീൻ പറയുന്നുണ്ട്, പിന്നെ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ എന്താണ് പ്രവർത്തനക്ഷമമാക്കണം അല്ലെ. വേണ്ടേ? അവർക്കത് ലഭ്യമാക്കണ്ടേ? അപ്പൊ എന്താണ് അതിനുള്ള പ്രവർത്തന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും അങ്ങനെയുള്ള ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മ പറയുന്ന സ്ട്രീം ലൈൻ അഡ്മിനിസ്ട്രേഷൻ നടത്താം അല്ലെ. നമ്മ പറയും ഓരോ കാര്യങ്ങളും ഇന്ന ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ലഭ്യമാക്കാന്ന് പറയാലോ നമ്മ എംപ്ലോയീസിന്റെ അടുത്ത് അല്ലെ. 5 ദിവസത്തിനുള്ളില് അല്ലെങ്കിൽ 1 മാസത്തിനുള്ളില് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയും അല്ലെ കമ്പനിയിൽ വരുമ്പോൾ എംപ്ലോയീസിനോട് ഇല്ലേ. പുതുതായി ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകളോടൊക്കെ നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പുതിയ ബെനിഫിറ്റ്സുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും 1 മാസത്തിനുള്ളിൽ നമ്മ അത് നടപ്പിലാക്കുമെന്ന് പറയാറുണ്ടോ ആ ഒരു കമ്പനിയില് അല്ലേ? അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളില് നമ്മ അത് നടപ്പിലാക്കും, കമ്പനിയിൽ നടപ്പിലാക്കും എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണ്ടേ? സ്ട്രീം ലൈൻ അഡ്മിനിസ്ട്രേഷൻ നടത്തണം അല്ലെ. പിന്നെ എന്താണ് ആ കമ്പനി അത് കൂടാതെ നമുക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ച് ആ ഒരു എംപ്ലോയീസിന് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണ്ടേ? ഏനോ?
അത് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ? അതുകൊണ്ടുള്ള അവരുടെ എന്താണ് ബെനിഫിറ്റ്സുകൾ എന്താണ് അല്ലേ? ഗുണങ്ങൾ എന്താണ് അല്ലെ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ അവർക്ക്? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ, അവർക്ക് കൊടുക്കുന്ന എന്താണ്, നമുക്ക് പൈസ രൂപത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഗൈഡ് ലൈൻ കൊടുക്കുന്നു എന്നൊക്കെ പഠിച്ചോ? പഠിച്ചോ? പഠിച്ചു അല്ലെ? അപ്പൊ എന്താണ് ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ? നമുക്ക് കൊടുക്കുന്ന ഓരോ ബെനിഫിറ്റ്സുകളെ കുറിച്ചും എംപ്ലോയീസിന് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് കൊടുക്കുന്ന ആ ഒരു ബെനിഫിറ്റ്സുകളൊക്കെ അവർ ഏതൊക്കെ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ? അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുക, പിന്നെ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ളതും അവർക്ക് വാല്യുബിൾ ആയിട്ട് മൂല്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് എംപ്ലോയീസിന് ഓഫർ എടുക്കുക അല്ലെ? പിന്നെന്താണ് ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ പാലിക്കുക. പിന്നെന്താണ് റിസ്കുകൾ മാനേജ് ചെയ്യുക. പിന്നെന്താണ് നമ്മൾ പറയുന്ന ബെനിഫിറ്റ്സുകൾ, നമ്മൾ എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സുകൾ മോണിറ്റർ ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യുകയും വേണ്ടേ? വേണോ? വേണം. അതൊക്കെയാണ് എന്തിൽ പെടുന്നത്? ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? പ്രവർത്തന ലക്ഷ്യങ്ങളിൽ പെടുന്നത് അതില്ലേ? ആണോ? ആനുകൂല്യ പദ്ധതികൾക്കായി പ്രവർത്തന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക അല്ലെ? ആനുകൂല്യ പദ്ധതികൾക്കായിട്ട് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള ഒരു പദ്ധതി, ഒരു പ്ലാൻ നമുക്ക് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയും സൃഷ്ടിക്കുന്നതിലൂടെയും നമുക്ക് എന്താണ് ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു അല്ലെ? നമുക്ക് ബെനിഫിറ്റ്സുകൾ നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ എന്താണ്? അതിനുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ആസൂത്രണം ഉണ്ടായിരിക്കണോ? എന്ത് കാര്യവും നമ്മൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, നമ്മൾ എന്തൊരു കാര്യം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? ആണോ? ആണ്. പിന്നെ എന്താണ് ആ ഒരു പ്ലാൻ ശരിയായ രീതിയിൽ നമ്മ ഓപ്പറേറ്റ് ചെയ്യണോ? നമ്മ ആസൂത്രണം ചെയ്യുന്ന ആ ഒരു പ്ലാന് ശരിയായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണോ? അതാണ് പറയുന്നത് എന്താണ്, നമ്മ ക്രിയേറ്റിംഗ് സച്ച് എ പ്ലാൻ അല്ലെ? നമ്മ വ്യക്തമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് പ്ലാൻ സ്ഥാപിക്കുന്നതിലൂടെയും അതിനു വേണ്ട എന്താണ് ഓപ്പറേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? പ്രവർത്തന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും ഈ ലക്ഷ്യങ്ങളെ നമ്മുടെ എന്താണ് ബെനിഫിറ്റ്സുകൾ നിറവേറ്റുക എന്നുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നു. ഓക്കെയാണോ? ഈ ദീസ് ഗോൾസ് എന്ന് പറയുന്നത് എന്താ? ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? എംപ്ലോയീസിന് ശരിയായ രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാകുക അല്ലെ? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കുക. അതല്ലേ നമ്മുടെ ലക്ഷ്യം? ആണ്. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാന്ന്? വ്യക്തമായിട്ടുള്ള അല്ലെ എന്താണ് ഒരു പ്ലാൻ സ്ഥാപിക്കുകയും ആ പ്ലാൻ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതിലൂടെ നമുക്ക് ഈ ഗോള് നിറവേറ്റാൻ സാധിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? സ്മിത, ശ്രീജ, കൃഷ്ണ, നിവേദ്യ, ഡോക്ടറെ വിളിക്കണോ മിസ്? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് in certain cases the appropriate designing of these types of benefits plan is seen as one-time decision make rather than as a continuously developing process അല്ലെ? ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യ പദ്ധതികളുടെ ഉചിതമായ രൂപകൽപ്പന തുടർച്ചയായ നമുക്കിത് എന്താണ് കണ്ടിന്യൂസ് ഡെവലപ്പിംഗ് പ്രോസസ് അല്ലാതെ ഇതെന്താണ്
വൺ ടൈം ഡിസിഷൻ മേക്കിങ്ങിലൂടെ നമുക്ക് ചില സമയത്ത് ചില സർട്ടൻ കേസസുകളിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ചില നമ്മ പറയാറുണ്ട് ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്താണ് നമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, തുടർച്ചയായിട്ട് ഇംപ്രൂവ്മെന്റുകളൊക്കെ വരുത്തിങ്ങാണിട്ട് അല്ലേ. അപ്പൊ ബെനിഫിറ്റ്സുകൾ ചില സർട്ടൻ കേസസ് ചില സന്ദർഭങ്ങളിൽ സർട്ടൻ കേസസ് എന്നാണ് കേട്ടോ, എല്ലായ്പ്പോഴും അല്ല, ചില സർട്ടൻ കേസസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന്, തുടർച്ചയായ വികസന പ്രക്രിയയായിട്ട് ഈ ഒരു ബെനിഫിറ്റ്സുകൾ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അതെന്ത് ചെയ്യണം, നമ്മ ഒറ്റ തവണ തീരുമാനമാക്കുകയാണ് ചില സന്ദർഭങ്ങളിൽ ചെയ്യുന്നത്. ചില സർട്ടൻ സിറ്റുവേഷനിൽ നമുക്ക് അപ്പൊ തന്നെ തീരുമാനം എടുക്കേണ്ടി വരും അല്ലെ, ഡിസിഷൻ എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ എന്താണ്, യൂണിയൻ ഒക്കെ കൂടി ചേർന്ന് കമ്പനികളിൽ സ്ട്രൈക്ക് ഒക്കെ എടുക്കുന്ന സന്ദർഭങ്ങളില്ലേ ഇല്ലേ, എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ അവർക്ക് പറയാൻ പറ്റുമോ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തി പതുക്കെ പതുക്കെ തരാന്ന് പറയാൻ പറ്റുമോ ചില സിറ്റുവേഷനിൽ? എപ്പോഴും അല്ല, ചില സിറ്റുവേഷനിൽ ഇല്ല. അവരെന്ത് വരും, അപ്പൊ തന്നെ അവർക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. ആ ഒരു എന്താണ് സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് അപ്പൊ തന്നെ അല്ലെ അറ്റ് ദ സ്പോട്ടില് അല്ലേ. അപ്പൊ എന്താണ്, ചില സന്ദർഭങ്ങളിൽ ഈ ബെനിഫിറ്റ്സുകൾ തുടർച്ചയായ വികസന പ്രക്രിയയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് എന്താണ്, ഒറ്റത്തവണ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് പറയുന്നത്, ഇൻ ഫാക്ട് the benefits plan which were suitable for the workforces of previous years may not provide the same result for the present or future employees അല്ലെ. എന്താണ്, നമുക്ക് എല്ലാ വർഷവും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ ഓരോ പോലെയാണോ ഗുണം ചെയ്യുന്നത്? ആണോ? അല്ല അല്ലേ, എന്തെന്ത് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പറയുന്നത്, ഇൻ ഫാക്ട് ദ ബെനിഫിറ്റ്സ് പ്ലാൻ വിച്ച് were suitable for the workforces for previous years may not provide the same result for the present or future years employees അല്ലെ. എന്താണ്, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിരിക്കുന്ന ആ റിസൾട്ട് ആയിരിക്കില്ല ഇപ്പൊ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലുള്ള എംപ്ലോയീസിന് ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നത്, ആ ഒരു അവരുടെ ആ ഒരു എന്താണ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്ത് മാർക്കറ്റുകളോ അല്ലെ സാധനങ്ങളോ ലഭ്യമാക്കാത്ത സിറ്റുവേഷനിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ തവണ എന്താണ് ഓരോ ഭാഗങ്ങളിലും വികസനങ്ങൾ കൊണ്ടുവരാണ് അല്ലെ. ആണോ? ആണ് അല്ലെ. ഇപ്പൊ നമ്മ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മ ഒരു 2 വർഷം മുമ്പ് പോയതുപോലെ തന്നെയാണോ ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൗൺ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം കാണുന്നത്? ആണോ? അല്ല അല്ലെ, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ, ഒരുപാട് കടകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാണ്ട് അവര് ആ ഒരു ക്വാർട്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അവര് കൊടുക്കുന്ന ആ ഒരു വീടുകളുടെ അടുത്ത് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആ ഒരു അവരെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും കൊടുക്കുന്ന വിലയിലും കുറവില് ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സെയിം എഫക്റ്റ് ആയിരിക്കും അവർക്ക് ചെയ്യുന്നത്. ആ മാർക്കറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിലുള്ള എംപ്ലോയീസിന് കൊടുത്ത ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കോ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ പ്രസന്റിൽ അല്ല അല്ലെ. അല്ല, അവർക്ക് അത് ബെനിഫിറ്റ്സ് ആണോ? അപ്പൊ അവർക്ക് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഉള്ളത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആണോ? അല്ല അല്ലെ. അവർക്ക് അതിലും ചീപ്പായിട്ട് മാർക്കറ്റിൽ നിന്ന് അവര് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്തുള്ള ആ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്സുകൾ ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സുകൾ കഴിഞ്ഞ വർഷം കൊടുത്ത ആ റിസൾട്ട് തന്നെ ആയിരിക്കണം എന്നില്ല ഫ്യൂച്ചറിലും ഇനി വരാനിരിക്കുന്ന ആ ഒരു എംപ്ലോയീസിലും ഇപ്പൊ പ്രസന്റുള്ള എംപ്ലോയീസിലും ഉണ്ടാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ.
നെക്സ്റ്റ് പറയുന്നത് നോക്കാലോ, മിസ് എടുത്തോട്ടെ നെക്സ്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് there must be a proper administration of benefits and services by the organization, as there can be incident of lawsuits and civil penalties for those organizations which do not properly administer benefits and services. അല്ലെ, ആനുകൂല്യങ്ങളും സേവനങ്ങളും ശരിയായി കൈകാര്യം ശരിയായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ എന്ത് വരുന്നെന്ന്? കേസുകളും സിവിൽ പിഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ? ആണോ? അവിടുത്തെ എംപ്ലോയീസ് കേസ് കൊടുക്കും അല്ലെ? ഇല്ലേ? അപ്പൊ എന്താണ്, നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളും സർവീസുകളും സേവനങ്ങളും ശരിയായി കൈകാര്യം ചെയ്യാത്ത ഓർഗനൈസേഷനുകളെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെ എന്താണ് നിയമ കേസുകളും എന്താണ് സിവിൽ പിഴകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എന്ത് ചെയ്യാം? ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സുകളും സേവനങ്ങളും ശരിയായ രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാം അല്ലെ? നമ്മുടെ എംപ്ലോയീസിനെ ശരിയായ രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓക്കെയാണോ? നമ്മൾ സാലറി കൊടുക്കുന്ന എംപ്ലോയീസ് തന്നെ അല്ലെ, അവർക്ക് ശരിയായ രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നില്ല, സേവനങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കേസ് ഫയൽ ചെയ്യും അല്ലെ? അപ്പൊ ചിലപ്പോ ആ ഒരു കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമല്ലോ, ഫൈന് വിട്ടു അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളും സർവീസുകളും ശരിയായ രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ഹയറിംഗ് എ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഓർ എൻ HR മാനേജർ ക്യാൻ പ്രൂവ് ടു എ ലെസ് കോസ്റ്റ്ലി സൊല്യൂഷൻ. നമുക്ക് ഈ പെനാലിറ്റി വരിക, അതല്ലെങ്കിൽ എന്താണ്, നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടി നമ്മ കോടതി കയറി ഇറങ്ങാം, നമ്മ വക്കീലിനെ ഏർപ്പാടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചെലവാകുന്നുണ്ടോ? ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടോ? ഫൈനൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോ നമുക്കൊരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും അല്ലെ വരുന്നത്. നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ടോ? നമ്മ ഒരു കമ്പനിയിൽ ഒരു ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ HR മാനേജറെ നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ നമുക്ക് ഇത്രയും നഷ്ടം വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, ഒരു HR അഡ്മിനിസ്ട്രേറ്റർ, ഒരു ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്ററെയോ അതല്ലെങ്കിൽ ഒരു HR മാനേജറെയോ നിയമിക്കുന്നത് ചെലവ് കുറഞ്ഞ ഈ ഒരു ബെനിഫിറ്റ്സുകൾക്കെതിരെ നമുക്ക് വരുന്ന ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾക്കെതിരെ എന്താണ്, ഒരു പരിഹാരമാണെന്ന് നമുക്ക് തെളിയിക്കാനാകും അല്ലെ? ചിലപ്പോ അവർക്ക് നമുക്ക് 20,000 രൂപ അല്ലെങ്കിൽ ഒരു 25 രൂപ മാസം സാലറി കൊടുത്താൽ മതിയായിരിക്കും അല്ലെ? പക്ഷെ നിയമപരമായിട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ നമുക്ക് ലക്ഷങ്ങളൊക്കെ പെനാലിറ്റി എടുക്കേണ്ടി വരും അല്ലെ? ആ ഒരു കമ്പനി ആണോ? അപ്പൊ എന്താണ്, ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒരു HR മാനേജറെയോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് ചെലവ് കുറഞ്ഞ ഒരു പരിഹാരമാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നു. The activities of developing and managing the benefits for employees are taken care of by the benefit administrator. നമ്മുടെ എന്താണ്, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകള് വികസിപ്പിക്കാനും അത് കൈകാര്യം ചെയ്യാനും ആരെ ചുമതലപ്പെടുത്താന്ന്? കൈകാര്യം ചെയ്തതിനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് അഡ്മിനിസ്ട്രേറ്ററിലെ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുക. ആൾ എന്ത് ചെയ്തോളും? ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ അല്ലെ? ഒരു എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലെ? അവർക്ക് അത് എപ്പോഴൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് അല്ലെ? ആണോ? അപ്പൊ എന്താണ്, എംപ്ലോയികളുടെ ആനുകൂല്യങ്ങളെ വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങള് ഈ ഒരു ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധിക്കും. ഓക്കെ ആണോ? ഇന്നത്തെ ഭാഗം ഓക്കെ ആണോ? മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഇത്രേ എടുക്കുന്നുള്ളൂ മിസ്. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.